ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കടക്കാം. സോ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ദെൻ ഫൈനലി ബാലൻസ് ഷീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് നമുക്കറിയാം, പഴയ പോലെ തന്നെ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ആൻഡ് ട്രേഡിംഗിന്റെയും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെയും ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ എക്സ്പെൻസസ് ആണ് ഒരു വർഷത്തെ. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇൻകം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ഇൻഡയറക്റ്റ് ഇൻകംസ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഒന്നാമത്തെ ഐറ്റം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്ന ഐറ്റം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഫിഗർ അല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. എമൗണ്ട് ഈസ് ഈക്വൽ ടു 9,000 9,000 ആകുന്നുണ്ട് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ രണ്ടാമത്തെ കാണിക്കേണ്ട ഇമ്പോർട്ടന്റ് ഐറ്റം പർച്ചേസ്. രണ്ടാമത് കാണിക്കുന്നത് പർച്ചേസ്. സോ പർച്ചേസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു ബൈ യൂസിങ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ പർച്ചേസ് കണ്ടെത്തി. സോ പർച്ചേസ് എന്തായാലും ക്രെഡിറ്റ് പർച്ചേസ് ആണ്, നമുക്ക് ക്യാഷ് പർച്ചേസ് ഇല്ല. സോ ക്രെഡിറ്റ് പർച്ചേസ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് ടോട്ടൽ പർച്ചേസ്. ടോട്ടൽ പർച്ചേസ് നമുക്ക് കിട്ടിയത് 12,500. 12,500 ആണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ്. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല, ലൈക്ക് വേജസ്, ക്യാരേജ് ഇൻ വാർഡ്, ഫ്ലൈറ്റ്, കോൾ, അങ്ങനത്തെ ഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നേരിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ ഡയറക്റ്റ് ഇൻകംസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഇൻകം, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് ഇൻകം സെയിൽസ് ആണ്. സോ സെയിൽസിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ക്യാഷ് സെയിൽസും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സെയിൽസും നമ്മൾ കണ്ടെത്തി അല്ലെ. നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്തി, അതേപോലെ തന്നെ ക്യാഷ് സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമ്മുടെ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് നമുക്ക് 15,000 ആയിരുന്നു എന്ത് നമ്മുടെ ക്യാഷ് സെയിൽസ്. നമുക്കത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമ്മൾ ആ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് എന്ത് ചെയ്യാം, തൊട്ട് താഴെ നമുക്ക് ടോട്ടൽ സെയിൽസ് കണ്ടെത്താം. പക്ഷെ നമ്മൾ അത് അവിടെ ചെയ്തിട്ടില്ല. സോ എന്ത് ചെയ്യാം, ഇവിടെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. സോ 15,000 നമ്മുടെ സെയിൽസ് ആൻഡ് 33,000 ക്രെഡിറ്റ് സെയിൽസ്. 15,000 പ്ലസ് 33, സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 48,000. 48,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. സോ സെയിൽസ് കഴിഞ്ഞ നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്രെഡിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ പ്രത്യേകത ഒന്ന് നോട്ട് ചെയ്യേണ്ടത്, ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എവിടെ തന്നാലും അഡ്ജസ്റ്റ്മെന്റിൽ തന്നാലും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നാലും നമ്മൾ കാണിക്കുന്ന രണ്ട് സ്ഥലത്ത് കാണിക്കണം. അതായത് നമ്മുടെ ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും മറ്റൊന്ന് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കണമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിന്റെ കേസിൽ അങ്ങനെ ഡബിൾ എഫക്ട് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷം നമ്മൾ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് കണ്ടെത്തിയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് ആണ്. സോ അത് നമ്മുടെ അക്കൗണ്ടിനെ എവിടെയും ബാധിച്ചിട്ടുണ്ടായിരിക്കില്ല. സോ അഡ്ജസ്റ്റ്മെന്റുകളിൽ തന്നിട്ടുള്ള എല്ലാ ഐറ്റംസിലും രണ്ട് എഫക്ട് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും രണ്ട് എഫക്ട് ഉണ്ടായിരിക്കും. സോ അതിന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാൻ എമൗണ്ട് 10,220. 10,220 ആണ് നമ്മുടെ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ക്ലോസ് ചെയ്യാം. സോ 3 ഐറ്റംസ് ആണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉള്ളത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൈഡും ആഡ് ചെയ്യാം. ഏത് സൈഡാണ് കൂടുതൽ അത് എന്ത് ചെയ്യാം കാണിക്കാം. സോ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഫിഗർ വരുന്നത് 58,220. 58,220. 58,220. അതായത് നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 48,000 പ്ലസ് 10,220 ആണ് 58,220. സോ നമുക്ക് ഏർണിംഗ്, അതായത് നമ്മുടെ ഡയറക്റ്റ് ഇൻകം, ബിസിനസിന്റെ ഡയറക്റ്റ് ഇൻകംസ് ആണ്. സോ ടോട്ടൽ 58,220. പിന്നെ അതിന് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ലെസ് ചെയ്യാം. ലെസ് ചെയ്താൽ കിട്ടുന്ന ബാക്കി ഫിഗർ ആണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. സോ ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 36,720. 36,720. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 36,720 ആണ്. ഈ 36,720 നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ സെയിം എമൗണ്ട് 36,720. സോ ഇത്രയും നമുക്ക് എന്ത് വരുന്നുള്ളൂ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നുള്ളൂ. സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെന്റിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക. സോ അതൊന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. സോ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് ബാക്കി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നോക്കാം. സോ നെക്സ്റ്റ് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, നമ്മുടെ സ്പേസ് ഇല്ലാത്ത കാരണം ദെൻ ചെയ്യുന്നു.
അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 36,720. ഇനി കാണിക്കേണ്ടത് നമ്മുടെ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആണ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ക്വസ്റ്റിന്റെ ഫസ്റ്റ് നമുക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള എക്സ്പെൻസസും അതേപോലെ തന്നെ ഇൻകംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് ആയിട്ട് ഒന്നാമത് കാണിക്കേണ്ട എക്സ്പെൻസ് ഇൻട്രസ്റ്റ്. വന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് 100 രൂപയാണ് എന്ത് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു എക്സ്പെൻസ് സാലറി വന്നിട്ടുണ്ട്. സാലറി എമൗണ്ട് 8,500, 8,500 സാലറി ഉണ്ട്. അടുത്ത റേറ്റും എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് 7,900, 7,900. ഇത്രയും പ്രധാനപ്പെട്ട എക്സ്പെൻസസ് ആണ് നമ്മൾ നമ്മുടെ ആ ഒരു ഏരിയ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ അത് കൂടാതെ നമുക്ക് ചില മറ്റ് 2 എക്സ്പെൻസസ് കൂടി തന്നിട്ടുണ്ടല്ലോ, അതായത് ചെലവുകൾ, ക്യാഷിന്റെ ഔട്ട്ഫ്ലോ തന്നിട്ടുണ്ട്. അത് ഒന്നുണ്ടായിരുന്നു ഡ്രോയിങ്സും മറ്റൊന്ന് നമ്മുടെ എമൗണ്ട് പേഡ് ടു ക്രെഡിറ്റേഴ്സ്. ഈ 2 എമൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. ബിക്കോസ് ഫസ്റ്റ് വൺ ഈസ് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് നമ്മൾ സാധാരണ എവിടെ കാണിക്കേണ്ടത്, നമ്മുടെ ക്യാപിറ്റലുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബിക്കോസ് ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ക്യാഷ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി പിൻവലിക്കുകയാണ്. സോ എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ലെസ് ചെയ്യേണ്ടത്. സോ അതൊരിക്കലും നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. മറ്റൊന്നുള്ളത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്, അല്ലെ, എമൗണ്ട് പേഡ് ടു ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം ഈ റേറ്റ് നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ സാധാരണ ഓപ്പണിംഗ് ക്യാപിറ്റൽ അതേപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ, എമൗണ്ട് പേഡ് ടു ക്രെഡിറ്റേഴ്സ്, അതേപോലെ ക്രെഡിറ്റ് പർച്ചേസ്, ഇത്രയും ഐറ്റംസ് ആണ് സാധാരണ കേസിൽ ഉണ്ടായിരിക്കുക. സോ എന്ത് ചെയ്യാം, ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് അതിന്റെ ഉദ്ദേശം എമൗണ്ട് പേഡ് ടു ക്രെഡിറ്റേഴ്സ് തരാനുള്ള കാരണം നമ്മൾ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ ഇവിടെ നമ്മൾ എന്ത് മാത്രമേ കാണിക്കുള്ളൂ, നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ കാണിക്കുള്ളൂ. വേറെ എക്സ്പെൻസസ് ഒന്നും എവിടെ ഇല്ല, നമുക്ക് ആ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നില്ല. പിന്നീടുള്ളത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. സോ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് പ്രധാനമായിട്ട് 4 ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഐറ്റം പ്രൊവൈഡ് 5% ഇൻട്രസ്റ്റ് ഓൺ എക്സ് ക്യാപിറ്റൽ. അതായത് നമുക്ക് ആ പേരൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. മീൻസ് ആരാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾ, അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ക്യാപിറ്റലിന്റെ മുകളിൽ ആ വർഷം 5% ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്, അതായത് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിട്ടുള്ളത്. മുൻപ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് തന്ന എല്ലാ ഐറ്റംസിനും ഡബിൾ എഫക്റ്റ് ആണ്. ഒരെണ്ണം നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്, നമ്മൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. സോ ഒരു തവണ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കും. പിന്നീട് അത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. ബിക്കോസ് അത് ആ ഓണർ അല്ലെങ്കിൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്ത ആള്, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത ആൾ, അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കും. സോ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇപ്പൊ നോക്കണം എത്ര പെർസെന്റേജ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, 5% ഓൺ ക്യാപിറ്റൽ, അല്ലെ. നമ്മുടെ ക്യാപിറ്റലിന്റെ മുകളിൽ 5% എന്ത് ചെയ്യണം, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ അതൊരു എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് 5% ആണ് എന്ത് നമ്മുടെ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 35,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ മുൻപ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 35,000. ഈ 35,000ന്റെ 5% എത്രയാണ്, 1,750. 1,750 ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു ഫസ്റ്റ് ഐറ്റം. സോ ഒന്നാമത്തെ ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കും, 5% ഓൺ ക്യാപിറ്റൽ. രണ്ടാമത് കാണിക്കേണ്ടത് പ്രൊവൈഡ് 1,500 ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. നമ്മൾ ബാഡ് ഡെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഡെപ്റ്റേഴ്സ് ആയിട്ട് ക്യാഷ് കുറച്ച് കിട്ടാനുണ്ട് അല്ലേ. ഈ കിട്ടാനുള്ള ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷം നമ്മൾ കിട്ടാത്തതായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന, നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് എഴുതി തരുന്ന എമൗണ്ട് ആണ് 1,500. സോ ടോട്ടൽ കിട്ടാനുള്ള ഡെപ്റ്റേഴ്സിന് ഇനി ഈ വർഷം ഏത് കൂടി കിട്ടൂല, 1,500 രൂപ കിട്ടൂല. ഡെപ്റ്റേഴ്സ് എന്നാൽ നമ്മൾ മുമ്പ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ്, അവർ നമുക്ക് ക്യാഷ് തരാനുണ്ട്. അതിലെന്ത് ചെയ്യാണ്, 1,500 രൂപ നമുക്ക് ഈ വർഷം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ഒഴിവാക്കണം. സോ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അഥവാ ബാഡ് ഡെപ്റ്റ് ആയിട്ട് ഒരു ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാം, 1,500 രൂപ മറ്റൊരു എക്സ്പെൻസ്. സോ ഇത് നമ്മൾ മുന്നേ എവിടെ കാണിക്കണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഡെപ്റ്റേഴ്സ് എത്രയാണോ ആ ഡെപ്റ്റേഴ്സിന് ഈ എമൗണ്ട് നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. സോ അതവിടെ നോക്കാം. പിന്നീട് പറയുന്നത് 5% ഓൺ ഡിപ്രീസിയേഷൻ ഓൺ ഓൾ ഫിക്സഡ് അസറ്റുകളാണ്. ഫിക്സഡ് അസറ്റിന്റെ മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ കാണിക്കാനുണ്ട്. ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഫർണിച്ചർ ആണ്. ഫർണിച്ചറിന്റെ ബാലൻസ് വന്നിട്ടുള്ളത് 1,000 രൂപ. 1,000 ഇൻറ്റു 5% ഡിവൈഡഡ് ബൈ 100 is equal to 50. സോ നമ്മൾ ഫർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് 1,000 rupees ഉണ്ട്. ആ ക്ലോസിംഗ് ബാലൻസിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, 5% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട റേറ്റാണ്, ഇൻഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട റേറ്റാണ്. സോ 50 രൂപ നമ്മൾ ഡിപ്രീസിയേഷൻ കാണിച്ച് ചെയ്തതിന് മുകളിൽ ഫർണിച്ചർ. ഇത് നമുക്ക് ഓഫീസ് പ്രിമൈസസ് ഉണ്ട്. ഓഫീസ് പ്രിമൈസസ് എമൗണ്ട് വന്നിട്ടുള്ളത് 15,000 ആണ്. അതിന് മുകളിൽ എന്തുണ്ട്, 5% ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്. സോ 15,000 മുകളിൽ 5% 750 രൂപ ഉണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് നമുക്ക് ഫിക്സഡ് അസറ്റുകളുണ്ട്. ഇത് നെക്സ്റ്റ് പിന്നീട് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് കമ്മീഷൻ എന്നുള്ള ഒരു ഐറ്റം ആണ്.
ഗ്രൂപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നുണ്ട് പ്രൊവൈഡ് ഗ്രൂപ്പ് കമ്മീഷൻ 5% ഗ്രൂപ്പ് കമ്മീഷൻ ടു സ്റ്റാഫ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ഫോർ ഓൺ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ്. നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ എന്ത് ചെയ്യണം, നമ്മൾ 5% സ്റ്റാഫിന് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യണം ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ. സോ നമുക്കത് സെപ്പറേറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് വേണം, നമുക്കിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ 5% കമ്മീഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. സോ ഇത്രയും എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്തിട്ട് എന്ത് വേണം, നമ്മൾ റഫ് ആയിട്ടുള്ള ഒരു നെറ്റ് പ്രോഫിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഗ്രൂപ്പ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എങ്ങനെ ഈ ഒരു കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 5% കമ്മീഷൻ കൊടുക്കുന്നുണ്ട് ഓൺ പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ അല്ലേ. അപ്പൊ നമുക്ക് നിലവിൽ നമ്മൾ പ്രോഫിറ്റിന്റെ സെക്കൻഡ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അവൈലബിൾ ആണ് ആൻഡ് കമ്മീഷൻ വരെയുള്ള എല്ലാ എക്സ്പെൻസസും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആദ്യം നമ്മൾ കാണിക്കുന്നത്, നമുക്കറിയാം നമ്മൾ പ്രോഫിറ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ 5% കമ്മീഷൻ കൊടുക്കേണ്ടത് അല്ലേ. നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, റഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് ഇത്രയെന്ന് കാണിക്കാം. ദെൻ അതിന് എന്ത് ചെയ്യാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതായത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള എല്ലാ എക്സ്പെൻസസും, നമ്മൾ ഇൻട്രസ്റ്റ് മുതൽ അവസാനം നമ്മുടെ ഡിപ്രിസിയേഷൻ അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരെയുള്ള എല്ലാ എക്സ്പെൻസസും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിന് ലെസ് ചെയ്യും. സോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു gross profit 36,720. 36,720. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്മുടെ പ്രോഫിറ്റ് ആണ് 36,720. ഇതിൽ അതിന് എന്ത് ചെയ്യാം, നമുക്ക് ലെസ് ഓൾ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസസ് എന്ത് ചെയ്യാം, നമുക്ക് ലെസ് ചെയ്യാം. സോ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കമ്മീഷൻ നമ്മൾ കാണിച്ചിട്ടില്ല. സോ കമ്മീഷൻ ഇല്ലാത്ത മറ്റെല്ലാ എക്സ്പെൻസസും നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഫിഗർ 20,550. 20,550 20,550 ആണിത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ്. നമ്മൾ ബാക്കിയുള്ള കമ്മീഷൻ കൂടാതെയുള്ള മറ്റുള്ള എക്സ്പെൻസസും കൂടി ആഡ് ചെയ്ത് നമുക്ക് 20,550 ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ ബാക്കി നെറ്റ് പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലോസസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ലെസ് ചെയ്താൽ ബാക്കി നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ എക്സ്പെൻസസ് ഈസ് 16,170. 16,170 ആണ് നമ്മുടെ റഫ് നെറ്റ് പ്രോഫിറ്റ്. അതായത് ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റിന് നമ്മുടെ അതുവരെയുള്ള എല്ലാ എക്സ്പെൻസസും ലെസ് ചെയ്താൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് 16,170. ഇപ്പൊ ഇതല്ല ആക്ച്വൽ നമ്മളെ എന്ത് നെറ്റ് പ്രോഫിറ്റ്. ബിക്കോസ് ഇനി ഇതിന്ന് എന്തുകൂടി പോകാനുണ്ട്, നമ്മുടെ കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആണല്ലേ. ബിക്കോസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആണ്. സോ ആ എക്സ്പെൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യണം, ആ വർഷത്തിന്റെ അവസാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സോ ഈ ഒരു പ്രോഫിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ. സോ ഇനി എന്ത് ചെയ്യണം, നമ്മൾ 5% കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കമ്മീഷൻ ഇസ് ഈക്വൽ ടു നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ്, റഫ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ 5% 16,170 into 5 divided by 105. സാധാരണ കേസിൽ നമ്മൾ പെർസെന്റേജ് കാണുന്ന സമയത്ത് എത്ര പെർസെന്റേജ് ആണോ അതേ ഡിവൈഡഡ് ബൈ 100 ആണ് ചെയ്യുക അല്ലെ. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്, 100ന് പകരം 105 ആണ് കൊടുത്തുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിന്റെ മുകളിലാണ്, നമ്മുടെ റഫ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് ഞാൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ത് മാത്രമല്ല, ഇത് നെറ്റ് പ്രോഫിറ്റ് മാത്രമല്ല, ഈ നെറ്റ് പ്രോഫിറ്റിൽ എന്ത് കൂടി ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ കമ്മീഷൻ എക്സ്പെൻസസ് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഈ കമ്മീഷൻ എക്സ്പെൻസ് എത്രയാണ്, എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, പകരം 5% അല്ലെ, 5%. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ടായിരിക്കും, ബാക്കി 95 ആയിരിക്കോ, 100ൽ ബാക്കി 95% ആണോ, അല്ല. ബിക്കോസ് ബാക്കി എത്ര ഉണ്ട്, ബാക്കി 100 ഉണ്ട്. ബിക്കോസ് 5% എന്നുള്ളത് ഏതാണ്, എക്സ്പെൻസസ് ആണ്. ബാക്കി നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, നമുക്ക് 100% അവിടെ നോർമലി ഉണ്ടായിരിക്കും. സോ ഈ 100% നെറ്റ് പ്രോഫിറ്റും പ്ലസ് 5% നമ്മുടെ കമ്മീഷൻ ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് പ്ലസ് കമ്മീഷൻ ഉണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 100% ആൻഡ് അവർ കമ്മീഷൻ ഇസ് ഈക്വൽ ടു 5%. The total is 105.
105. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മീഷന്റെ കേസിൽ സ്പെഷ്യലി നമ്മൾ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്, ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കുന്നത്. ബിക്കോസ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത് കമ്മീഷൻ ആഫ്റ്റർ മേക്കിംഗ് ഒന്നുകിൽ ഓൾ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ. സോ ഓൾ എക്സ്പെൻസസ് ആൻഡ് കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നോക്കാം 16,170 മുകളിൽ നമ്മൾ 5% ഡിവൈഡഡ് ബൈ 105 is equal to 770. 770 ആണ് നമ്മുടെ കമ്മീഷൻ. 770 ആണ് നമ്മുടെ കമ്മീഷൻ. സോ അപ്പോൾ കമ്മീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 16,170 നമ്മളെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിൽ എന്ത് ചെയ്ത് നമ്മൾ 5 ഡിവൈഡഡ് ബൈ 105 105ന്റെ റീസൺ ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ ദെൻ ബാലൻസ് 15,400. So 15,400 is our final balance and the balance is equal to net profit. ഇതാണ് എന്ത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. നേരത്തെ നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് 16,170 ആയിരുന്നു. പക്ഷേ ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് 15,400. അപ്പോൾ ഈ 15,400 is equal to എന്ത് 100% and the 770 is equal to 5%. അപ്പോൾ ഈ പെർസെന്റേജസ് ആണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്ത ഈ 105. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കാം. സോ അവർ നെറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 15,400 ആൻഡ് അവർ കമ്മീഷൻ ഇസ് ഈക്വൽ ടു 770. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ 770 നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്താം. നെറ്റ് പ്രോഫിറ്റ് ഇനി കണ്ടെത്താനില്ല, ബിക്കോസ് ഓൾറെഡി എല്ലാ ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ നമ്മുടെ ടോട്ടൽ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എക്സ്പെൻസസ് മൈനസ് ചെയ്ത് നമ്മുടെ കമ്മീഷൻ മൈനസ് ചെയ്ത് ഫൈനൽ പ്രോഫിറ്റ് ഇസ് 15,400. അതും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാം മാറ്റി അല്ലെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. സോ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കണ്ടു. സോ നമുക്ക് കിട്ടിയിട്ടുള്ള കമ്മീഷൻ നമ്മുടെ കമ്മീഷൻ ഗ്രൂപ്പ് കമ്മീഷൻ 5% ആയിരുന്നു. 5% നമുക്ക് കിട്ടിയ എത്ര 770 രൂപ. സോ അതിന്റെ കാൽക്കുലേഷൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ 5 ഡിവൈഡഡ് ബൈ 105 ഒക്കെ എങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. സോ എത്രയാണ് എന്ത് നമ്മുടെ ഐറ്റംസ് നമ്മുടെ ഡെബിറ്റ് സൈഡ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാറ് നോക്കാം. ഇനി നമുക്ക് എന്ത് നമ്മുടെ നമ്മുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകത്തിന്റെ കാര്യം പറയണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻകംസ് ഒന്നും ഇല്ല, ഇൻഡയറക്റ്റ് ഇൻകംസ് ഒന്നും ഇല്ല. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം ക്യാഷിന്റെ ഡീലിംഗ്സിൽ നമുക്ക് രണ്ട് വരുമാനം കാണിക്കുന്നത്. ഒന്നെന്തായിരുന്നു നമ്മുടെ സെയിൽസ്, മറ്റൊരെണ്ണം ഡെപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ. സെയിൽസ് ഒരിക്കലും കമ്പനി ഇവിടെ കാണിക്കൂല, പ്രോഫിറ്റ് കാണിക്കൂല, ബിക്കോസ് അത് നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഡെപ്റ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിന്റെ കേസിൽ എന്താണോ നമ്മൾ പറയുന്നത് അതേപോലെ തന്നെയാണ് എമൗണ്ട് റിസീവ് ഫ്രം ഡെപ്റ്റേഴ്സ്. അതായത് ആ ഒരു ഐറ്റം നമുക്ക് എന്തിനു വേണ്ടി തന്നതാണ്, നമ്മുടെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നതാണ്. സോ ആ ഐറ്റം നമ്മൾ വരുമാനമായിട്ട് ഇവിടെ കാണിക്കാൻ പാടില്ല. സോ ഇത്ര ഐറ്റംസ് ആണ് നമുക്കുള്ളത്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കൂടുതലാണ്. വരുമാനം 36,000, ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ട് 36,720. അത് തന്നെയാണ് ടോട്ടൽ എമൗണ്ട് 36,720. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തണം. ഇനി നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ലെസ് ചെയ്യണമെന്നില്ല, ബിക്കോസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 15,400 15,400 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗിലൂടെ നമുക്ക് 36,720 നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ദെൻ ആഫ്റ്റർ മേക്കിംഗ് ഓൾ എക്സ്പെൻസസ് ആണ് കമ്മീഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി 15,400. ഇനിയുള്ളത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആണ്. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റിന് റൈറ്റ് സൈഡിൽ അസറ്റുകൾ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലയബിലിറ്റീസ് ഉണ്ട്. ലയബിലിറ്റീസ്. സോ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് എന്താണ്, ഒരു കമ്പനിയുടെ വർഷാവസാനം ആ കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ്സ് ആസ്തികളും ലയബിലിറ്റീസ് ബാധ്യതകളാണ്, അല്ലാതെ വരവ് ചെലവ് കണക്കുകളല്ല. അതാണ് നമ്മൾ ഓൾറെഡി ട്രേഡിംഗിലും പ്രോഫിറ്റുകളും കാണിച്ചത്. ഇവിടെ കാണിക്കേണ്ടത് ക്യാഷിന്റെ റെസിപ്റ്റുകളോ പേയ്മെന്റുകളോ അല്ല, നമ്മുടെ ആസ്തിയാണ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം നീക്കിയിരിക്കണം, എന്തെല്ലാം നമ്മുടെ അസറ്റുകളായിട്ട് ബാക്കിയുണ്ട്, അതുപോലെ നമുക്ക് എന്തെല്ലാം ബേർഡൻ അല്ലെങ്കിൽ എന്തെല്ലാം ലയബിലിറ്റീസ് ഉണ്ടെന്നതാണ്. സോ ഈ ഒരു ഐറ്റം, അതായത് നമ്മുടെ അസറ്റുകൾ ആയിക്കോട്ടെ ലയബിലിറ്റീസ് ആയിക്കോട്ടെ. ഇനി ഇവിടെ കാണിക്കേണ്ടത് നമുക്ക് എവിടെ നോക്കണം, നമ്മുടെ ക്വസ്റ്റ്യന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഓർഡറിൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഫിക്സഡ് അസറ്റുകൾ കാണിക്കാം, തന്നെ കറണ്ട് അസറ്റുകൾ, അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ ലോങ് ടേം ലയബിലിറ്റീസ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് കാണിക്കാം. സോ അസറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐറ്റം ഫർണിച്ചർ അല്ല. ഫർണിച്ചർ എമൗണ്ട് എത്രയായിരുന്നു 1,000 rupees ഉണ്ടായിരുന്നു. ക്ലോസിംഗ് ബാലൻസസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പുതിയ ബാലൻസ് അല്ലെങ്കിൽ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വർഷാവസാനം നമ്മൾ എന്ത് ചെയ്യാണ്, ആ വർഷത്തെ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി എന്ത് ബാക്കിയുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. സോ ക്ലോസിംഗ് ബാലൻസസ് കൺസിഡർ ചെയ്യാം. 1,000 rupees ഉണ്ടായിരുന്നു നമ്മുടെ ക്ലോസിംഗ് ബാലൻസിൽ. ഫർണിച്ചർ ഉണ്ടായിരുന്നു, അതിന് എന്ത് ലെസ് ചെയ്തു, നമ്മുടെ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടുണ്ട് 50 rupees. സോ ബാലൻസ് ഈസ് 950. അതേപോലെ നമുക്ക് എന്തുണ്ട്, ഓഫീസ് പ്രിമൈസസ് ഉണ്ട്. ഓഫീസ് പ്രിമൈസസ് 15,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 5% ആയിട്ടുള്ള 750 ലെസ് ചെയ്ത ബാക്കി 14,250.
14,280 രൂപ നമുക്ക് എന്തുണ്ട് പ്രിമൈസസ് ബാക്കിയുണ്ട്. മറ്റ് ഫിക്സഡ് അസറ്റുകൾ നമുക്ക് പ്രസന്റ് ഇല്ല. സോ ഇതിന്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാം, നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ചില ഐറ്റംസ് ഉണ്ട്, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ നിർബന്ധമായിട്ടും കാണിക്കണം. സോ അത് നമ്മൾ പരിഗണിക്കുക. ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടോ നോക്കാം. സോ ഇതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡിപ്രീസിയേഷൻ, മറ്റൊന്നുണ്ടായിരുന്നു ഡിപ്രീസിയേഷൻസ് ആണ്. സോ അഡ്ജസ്റ്റ്മെന്റിലെ ഒരു ഐറ്റം, ഡിപ്രീസിയേഷൻ എന്നുള്ള ഐറ്റത്തിന്റെ രണ്ട് എഫക്ട് കഴിഞ്ഞ്, ഒന്ന് ബാലൻസ് ഷീറ്റ് കാണിച്ച്, മറ്റൊന്ന് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിച്ച്, ഇനിയുള്ളത് നമുക്ക് കറന്റ് അസറ്റുകളാണ്. സോ കറന്റ് അസറ്റ് ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നത് സ്റ്റോക്ക് ആണ്, അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ക്ലോസിംഗ് ബാലൻസ് 10,220, 10,220. നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കും. ദെൻ അടുത്തൊരു അസറ്റ് ആയിട്ട് വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എന്തുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് 1,500 ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് വീണ്ടും ശ്രദ്ധിക്കുക, നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സോ 30,000 നമുക്ക് ഡെപ്റ്റേഴ്സിന്റെ എന്ത് ചെയ്യണം, ലെസ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ലെസ് ചെയ്യാം 1,500. ലെസ് ചെയ്ത ബാക്കി കിട്ടുന്ന എമൗണ്ട് 28,500, 28,500 രൂപ എന്നുണ്ട് ബാലൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ബാക്കി അസറ്റുകൾ, ഒരെണ്ണം ക്യാഷ് അസറ്റും മറ്റൊരെണ്ണം ബാങ്കുമാണ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക്. സോ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുള്ളത് 75 റുപ്പീസ് ആണ്. അതേപോലെ ബാങ്ക് തന്നിട്ടുള്ളത് 2,425. 3 ഐറ്റംസ് ആണ് നമുക്ക് അസറ്റിൽ കാണിക്കാനുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു, അഡ്ജസ്റ്റ്മെന്റുകൾ രണ്ടെണ്ണം കൺസിഡർ ചെയ്തു. ഒന്ന് ഡിപ്രീസിയേഷനും മറ്റൊന്ന് ഡെപ്റ്റേഴ്സിന് കൂടെയുള്ള നമ്മുടെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. ഈ രണ്ടെണ്ണം കൂടി ഒരെണ്ണം ഗ്രൂപ്പ് കമ്മീഷനും മറ്റൊരെണ്ണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. സോ അത് രണ്ടും എവിടെ കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്ന് നമുക്ക് ലയബിലിറ്റീസിൽ പറയാം. സോ ഇത് നെക്സ്റ്റ് നമുക്ക് ലയബിലിറ്റി സൈഡിൽ എഴുതാം. ഫസ്റ്റ് ഐറ്റം ലോങ് ടൈം ലയബിലിറ്റി ആയിട്ടുള്ള ക്യാപിറ്റൽ ആണ്. 35,000 നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോട് കൂടി എന്ത് ചെയ്യണം, നമ്മുടെ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. സോ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 15,400 ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ എക്സ്പെൻസസ് ആണ് കമ്മീഷൻ. നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും കമ്മീഷനും ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് ആയത് 15,400 ആഡ് ചെയ്ത് ഇത് ചെയ്യാനുള്ളത് നമുക്കൊരു ഐറ്റം കൂടി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട് 1,750 രൂപ. അതെന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റലോട് കൂടി ആഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ക്യാപിറ്റൽ ആയിക്കോട്ടെ നെറ്റ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ആർക്കുള്ളതാണ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കല്ലേ. കാരണം നമ്മൾ മറ്റെല്ലാ ചെലവുകളും മീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പ്രോഫിറ്റ് ആർക്കുള്ളതാണ്, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമസ്ഥൻക്കുള്ളതാണ്. അതേപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും കമ്പനി പൂട്ടി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദ കമ്പനി നമ്മുടെ ഈ ക്യാപിറ്റൽ തിരിച്ചായിരിക്കാൻ കിട്ടും, ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് തന്നെ തിരിച്ചു കിട്ടും. സോ ക്യാപിറ്റൽ ആണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും ഇതൊക്കെ ആർക്കുള്ളതാണ്, കമ്പനിയുടെ ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുള്ളതാണ്. സോ അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് മുകളിൽ കിട്ടുന്ന 5% എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. ആ എമൗണ്ട് ആർക്കുള്ളത് തന്നെയാണ്, കമ്പനിയിലെ ഇൻവെസ്റ്റർ ആരാണോ അയാൾക്കല്ലേ. സോ നമ്മൾ അതും അയാൾക്ക് കൊടുക്കാനുള്ളതാണ്. സോ ലയബിലിറ്റി ആണ്. അങ്ങനെ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുക. സോ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യുക നമ്മുടെ ക്യാപിറ്റലിനോട് കൂടി. നെറ്റ് പ്രോഫിറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യാം. സോ ആഡ് ചെയ്ത് കിട്ടുന്ന ഫിഗർ 52,150. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ലെസ് ഡ്രോയിങ്സ് അല്ലെ. നമ്മുടെ ആക്ച്വൽ ക്യാപിറ്റൽ 35,000 ഇല്ല. ബിക്കോസ് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വർഷം നമ്മൾ 2,000 രൂപ പേഴ്സണൽ പർപ്പസിന് വേണ്ടി നമ്മൾ പിൻവലിച്ചിട്ടുണ്ട്. സോ ബിസിനസ്സിൽ എവിടെ നോക്കിയാലും നമുക്ക് 2,000 കാണാൻ പറ്റില്ല. ബിക്കോസ് അത് നമ്മുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്താണ് നമ്മൾ പിൻവലിച്ചാണ്. സോ ഈ 2,000 ഓൾറെഡി നമ്മൾ ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് നെറ്റ് ക്യാഷ് കണ്ടെത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. സോ അത് ഓൾറെഡി ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഇതിന്റെ ഫൈനൽ നമ്മൾ ഇത് ആക്ച്വലി കാണിക്കേണ്ടത് ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ബിക്കോസ് 35,000 എന്തില്ല, ആക്ച്വൽ ക്യാപിറ്റൽ ഇല്ല, അതിന് 2,000 രൂപ പോയിട്ടുണ്ട്. സോ ബാക്കി എമൗണ്ട് 50,150, 50,150 നമ്മുടെ നെറ്റ് ക്യാപിറ്റൽ, അത് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിട്ട് ആ വർഷം വരുന്ന ഫൈനൽ ക്യാപിറ്റൽ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 2 ഐറ്റംസ് കൂടി കാണിക്കാണ്ട്. അതിൽ ഒരെണ്ണം എന്താണ്, ക്രെഡിറ്റർ. നമുക്ക് ക്വസ്റ്റ്യൻ ഒരു ക്രെഡിറ്റർ എന്നത് ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് എഴുതില്ല. വർഷം അവസാനം 5,500. ആൻഡ് ഫൈനലി എന്ത് ചെയ്യണം, നമ്മുടെ കമ്മീഷൻ. ഈ കമ്മീഷൻ നമ്മൾ കൊടുക്കാനുള്ളതാണ്, നമ്മൾ കൊടുത്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു വർഷത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഈ ഒരു കമ്മീഷൻ കൊടുക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ കണ്ടെത്തി നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കമ്മീഷൻ ആയിട്ടുള്ള 770 രൂപ കൊടുക്കുന്നത്. സോ അത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കൺസിഡറേഷൻ എന്ത് ചെയ്യുക, നമ്മളിത് നമ്മുടെ ലയബിലിറ്റി ആയിട്ട് കാണിക്കാൻ എന്ത് ചെയ്യണം, അത് ലയബിലിറ്റി ആയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ച പോലെ തന്നെ നമുക്ക് കമ്മീഷൻ കൊടുക്കാനുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. സോ ഫൈനൽ ബാലൻസസ് രണ്ട് സൈഡിലും ടോട്ടൽ ആയിരിക്കും അസറ്റിന്റെയും അതുപോലെ തന്നെ ലയബിലിറ്റീസിന്റെയും 56,420. 56,420 ആണ് നമ്മുടെ ടോട്ടൽ balance of total amount of assets and liabilities.
സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കൺവേർഷൻ മെത്തേഡിലെ ഫസ്റ്റ് പ്രോബ്ലം. കൺവേർഷൻ മെത്തേഡിൽ എങ്ങനെ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം നിന്ന് ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ മിസ്സിംഗ് ഇൻഫർമേഷൻസ് കണ്ടെത്തി. ദെൻ ഫൈനലി ട്രേഡിംഗും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും ചെയ്തു. സോ ഫൈനൽ ബാലൻസ് ഈസ് 56,420 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഫൈനൽ എമൗണ്ട്. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.